ഹലോ, എൻ്റെ പേര് മനീഷ. ഞാൻ ഏപ്രിലാണ് OET ക്ലിയർ ചെയ്തത്. ജാനുവരിയിൽ ഞാൻ OET വിത്ത് ജെയ്സൺസ് സാറിൻ്റെ അടുത്ത് ജോയിനായി. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. കാരണം ഞാൻ വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് തന്നെ ചൂസ് ചെയ്തത്. കറക്റ്റ് സ്ഥലമാണ് ഞാൻ ചൂസ് ചെയ്തതും. കാരണം ഫസ്റ്റ് ഡേ ഞാൻ സാറിനെ ഇതിനുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ സാർ ഭയങ്കര അപ്രോച്ചബിൾ ആയിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് റൈറ്റിംഗ് ആയിരുന്നു, അതും സാറ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് വെരി നൈസ്. ഫസ്റ്റ് ഡേ തന്നെ ഒരു കോൺഫിഡൻസ്, എന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. കാരണം ഞാൻ ആദ്യം വേറെ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 month ഞാൻ പോയതാണ്. പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് വന്നില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ ക്വിറ്റ് ചെയ്ത് സാറിൻ്റെ അടുത്ത് ജോയിൻ ആയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ചേഞ്ച് എനിക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്തു. പിന്നെ സ്പീക്കിംഗ് തുടങ്ങി. സ്പീക്കിംഗ് ആണെങ്കിൽ എനിക്ക് കിട്ടിയ മാം നല്ല, എന്ന് വെച്ചാൽ എല്ലാ മാമും നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എനിക്ക് കിട്ടിയ മാം നല്ല അപ്രോച്ചബിൾ ആയിരുന്നു. മാം മിൽന എന്നാണ് മാമിൻ്റെ പേര്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അവിടുത്തെ എല്ലാ ആൾക്കാരും മാമ്മാരൊക്കെ ഉള്ളത്. പിന്നെ റീഡിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ലിസണിങ് ആണെങ്കിലും, എനിക്ക് ലിസണിങ് ആണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ക്ലിയർ ആവില്ലായിരുന്നു. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് പിന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയി ഞാൻ. അതുപോലെ റീഡിങ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ഫൈനലി എന്തെങ്കിലുമൊക്കെ ഇതാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ റീഡിങ്ങിൻ്റെ ക്ലാസ് ഞാൻ എപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഇരുത്തി, ഈവൻ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് വരെ തന്നിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ഹെൽപ്ഫുൾ. സാറ് തന്നെയാണ് പിന്നെ എക്സാം ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് സാറ് തന്നെയാണ്. അതുകൊണ്ട് ഡിഫിക്കൽട്ടീസ് ഒന്നും ഫീൽ ചെയ്തില്ല ത്രൂ ദ ജേണി. ആക്ച്വലി ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഐ തിങ്ക് 1 month 2 month ക്ലാസ് കൊണ്ട് തന്നെ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു സാർ. കാരണം അങ്ങനത്തെ രീതി ഭയങ്കര ക്ലിയർ ആയിട്ടാണ് എല്ലാവരും എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ കെയർ കിട്ടും. അതായത് സാറ് നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് കോൾ ചെയ്തിട്ടാണ് റൈറ്റിംഗ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നത്. എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും സാറിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. സാർ ഓരോ ദിവസവും നമ്മളെ കോൺഫിഡൻ്റ് ആയിട്ട് വെക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ ടിൽ ദ എക്സാം ഡേറ്റ് സാർ കൂടെ തന്നെ ഉണ്ടാവും. എക്സാമിൻ്റെ അന്ന് പോലും സാർ വിളിച്ച് നമ്മളെ പ്രെയർ. ജെയ്സൺസ് അക്കാഡമി. Jason's Academy, joyful learning.